ആർ യു വെർജിൻ? ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ മീര? നിങ്ങളുടെ ചാരിത്രം നഷ്ടപ്പെട്ടിട്ടുണ്ടോന്ന്? Are you aware of the 2018 amendment, Mr. Bharat? സെക്ഷൻ 146 അമെൻമെൻറ്റ് 53A. കോൺസ്റ്റൻ്റോടെ ആവണം എല്ലാ ചോദ്യങ്ങളും. ഐ എം എ വെരി ഓണർ. എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ താല്പര്യമുണ്ടോ ഇല്ലയോ? നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ ഈ സെഷൻ ഇൻ ക്യാമറ പ്രൊസീഡിംഗ് ആയി നടത്താം. വേണ്ട സർ, ഞാൻ ഇവിടെ തന്നെ ഉത്തരം പറയാം സർ. പ്രൊസീഡ്. ആർ യു വെർജിൻ മിസ് മീര? ആണോ അല്ലയോ എന്നുള്ള കാര്യം വാ തുറന്ന് പറ. നോട്ട് ഷേക്ക് യുവർ ഹെഡ്. അല്ല. അല്ല. എത്രാമത്തെ വയസ്സിലാണ് വെർജിൻ അല്ലാതായത്? ഈ ചോദ്യത്തിനും ഈ കേസിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ മിസ്റ്റർ ഭരത്? എൻ്റെ ക്ലയൻറ്റിൻ്റെ ക്യാരക്ടർ ടാർഗറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ആർഗ്യുമെൻ്റ് നടക്കില്ല യുവർ ഓണർ. അതുകൊണ്ട് ഒറ്റത്തവണയായ അത് അവർക്ക് വ്യക്തമാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചതാ. എതിർഭാഗത്തിന് ഒബ്ജക്ഷൻ ഇല്ലെങ്കിൽ മാത്രം. ഇല്ല. എത്രാം വയസ്സിലാണ് നിങ്ങളുടെ വെർജിനിറ്റി നഷ്ടപ്പെട്ടത്? 19 വയസ്സിൽ. കേട്ടില്ല. 19ാമത്തെ വയസ്സിൽ. 19ാം വയസ്സിൽ മീര അഡൾട്ടായി യുവർ ഓണർ. പയ്യനേതാ? എൻ്റെ ബോയ് ഫ്രണ്ട്. അവനെന്താ പേരില്ലേ? അരുൺ. അതിനവൻ കാശ് വല്ലതും തന്നിരുന്നോ? ഇതെന്തൊരു ചോദ്യമോ സർ? ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം പറയാ. അരുൺ അതിനു വേണ്ടി നിനക്ക് കാശ് തന്നിരുന്നോ? അവൻ എന്തിനാ സർ കാശ് തരേണ്ടത്? ജസ്റ്റ് ആൻസർ മൈ ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്ത് മനസ്സിലാക്കാനാണ് ഇതൊക്കെ ചോദിക്കുന്നത്? മിസ് മീര, ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിച്ചായിരുന്നു. നീ അതിന് മറുപടി പറയാമെന്നും പറഞ്ഞിരുന്നു. പറയേ. അല്ല, അന്യോന്യം ഇഷ്ടപ്പെട്ടത് കൊണ്ടാ. വി വർ അട്രാക്റ്റഡ് ടു ഈച്ച് അതർ. അതിന് എന്തിനാ സർ കാശ് വാങ്ങിക്കുന്നത്? അപ്പോൾ അരുൺ നിനക്ക് കാശ് തന്നില്ല. കാശ് തന്നില്ല എന്നുള്ളത് ഓക്കെ. ഫോഴ്സ് ചെയ്തായിരുന്നോ? നോ, അവൻ എന്നെ ഫോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. അവൻ എനിക്ക് കാശും തന്നിട്ടില്ല. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു സർ. സോ മനസ്സിന് ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ, വേറൊന്നുമല്ല. റൈറ്റ്. ഈ അടുത്ത് നിങ്ങളെ അറിയാവുന്നവർ, വിശ്വ ഉൾപ്പെടെ, നിങ്ങൾ ഒരുപാട് പേരുമായി റിലേഷൻഷിപ്പിലാണെന്ന് പോലീസിൻ്റെ മുന്നിൽ മൊഴി നൽകിയിട്ടുണ്ട്. ഇവരെല്ലാവരുമായും നിങ്ങൾ സെക്ഷൽ റിലേഷനിൽ ഏർപ്പെട്ടിരുന്നു? ചിലരുടെ കൂടെ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. ഇപ്പം എൻ്റെ ചോദ്യം എന്താണെന്നാൽ, അന്ന് രാത്രി ആദിക്കിനെ ബോട്ടിൽ കൊണ്ട് അടിക്കാൻ പാകത്തിന് അത്ര വലിയ തെറ്റെന്താണ് ഉണ്ടായത്? നേരത്തെ നടന്നതല്ലേ? ഒരു പ്രാവശ്യം കൂടി ഉണ്ടായ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏതർത്ഥത്തിലാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല സർ. ഏതർത്ഥത്തിലാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ, മാർച്ച് 1 ആ രാത്രിയിൽ ആദിക്കും അവൻ്റെ ഫ്രണ്ട്സും ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൂടായില്ലേ? ഇവള് സ്വല്പം വശപ്പശക്കായ പെണ്ണാണെന്ന്. കാഷ്വലി എല്ലാവരോടും സെക്സിൽ ഏർപ്പെടുന്ന പെണ്ണ് നമുക്കും വഴങ്ങുമെന്ന് ചിന്തിച്ചുകൂടായില്ലേ? ഇതിനു മുമ്പ് നടന്നതെല്ലാം നിന്റെ അനുവാദത്തോടു കൂടിയാണ് നടന്നത്. ആരും നിർബന്ധിക്കേണ്ട ആവശ്യമില്ലെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഇവർക്ക് തീരെ ബുദ്ധിയില്ലാതെ പോയി. കാശ് വാങ്ങാതെ ആരും ഫോഴ്സ് ചെയ്യാതെ നടന്നൊരു കാര്യത്തെ വെച്ച് പ്രോസിക്യൂഷൻ സൈഡ് നിങ്ങളെ എ വുമൺ ഓഫ് ക്വസ്റ്റ്യനബിൾ ക്യാരക്ടർ എന്ന് പ്രൂവ് ചെയ്തിരിക്കുക. അവരുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ അതുപോലൊരു പെണ്ണായതുകൊണ്ട് തന്നെ അന്നത്തെ ആ രാത്രി, അതേ ദിവസം, അതേ രാത്രിയിൽ, അതേ സെക്കൻഡിൽ അക്യൂസ്ഡ് ആദിക്കിനെ നിങ്ങൾ എന്താണ് ചെയ്തത്? അങ്ങനെ എന്ത് ക്ലിയർ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടാണ് ഇപ്പോൾ എനിക്ക് സെക്സിന് താല്പര്യമില്ലെന്ന് നിങ്ങൾ അറിയിച്ചത്? പറയാൻ. ഐ റിഫ്യൂസ്ഡ്. കറക്റ്റായിട്ട് പറയേ. എന്താണ് ചെയ്തത്? എന്താണ് പറഞ്ഞത്? അവനെ തള്ളിവിട്ടിട്ട് അവനോട് ഞാൻ. എന്താ നിങ്ങൾ പറഞ്ഞത്? എന്ത് വാക്കാണ് നിങ്ങൾ പറഞ്ഞത്? I said don't. I said no, don't. What did you say, Miss Meera Krishnan? What did you tell him? No, I said no. ഈ കോടതിയിൽ ഇരിക്കുന്ന എല്ലാവരും കേൾക്കാൻ പാകത്തിന് ഉറക്കെ പറയാൻ പറ്റുമോ മിസ് മീര കൃഷ്ണൻ? What did you say? No. I said no.
യു സെഡ് നോ. നിങ്ങൾ അരുതെന്ന് പറഞ്ഞു. ഷീ സെഡ് നോ, യുവർ ഓണർ. അതിനുശേഷവും ആദിക്ക് മോശമായി തൊട്ടു. അത് അവൾക്ക് പ്രകോപനം ഉണ്ടാക്കി, അടിക്കുകയും ചെയ്തു. അപ്പോൾ ഇവളും മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ മദ്യപിച്ചിരുന്നാൽ ഇതാണ് റൂൾ നമ്പർ 4, യുവർ ഓണർ. ഏതൊരു പെണ്ണാണെങ്കിലും മറ്റൊരു പുരുഷൻ്റെ ഒപ്പം ഇരുന്ന് മദ്യപിക്കാൻ പാടില്ല. അഥവാ കുടിച്ചാൽ അയാൾക്കതൊരു ഹിൻ്റാണ്. ഈ പെണ്ണ് നമ്മുടെ അടുത്തിരുന്ന് കുടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കിടക്കാനും സമ്മതമാണെന്ന് ചിന്തിച്ചിരിക്കും. പെണ്ണുങ്ങൾ മദ്യപിച്ച അവളുടെ ക്യാരക്ടർ മോശം. ആണുങ്ങൾ മദ്യപിച്ചാലോ അത് ജസ്റ്റ് ആരോഗ്യത്തിന് ഹാനികരം മാത്രം. അതുകൊണ്ട് സ്ത്രീകളുടെ മദ്യപാനം ഞാൻ പ്രോത്സാഹിപ്പിക്കുകയില്ല. മദ്യപിക്കുന്നത് തെറ്റാണെങ്കിൽ സ്ത്രീ കുടിച്ചാലും തെറ്റാണ്, പുരുഷൻ കുടിച്ചാലും തെറ്റാണ്. അളക്കുന്ന അളവുകോൽ ആണിനും പെണ്ണിനും എപ്പോഴും സമമായിരിക്കണം. പക്ഷേ എന്ത് ചെയ്യാനാ സർ? നമ്മുടെ നാട്ടിലെ ആണുങ്ങൾ വൈൻ ഷോപ്പിൽ പോയി കുടിക്കും. പെണ്ണുങ്ങൾ ആ വൈൻ ഷോപ്പ് പൂട്ടാൻ വേണ്ടി സമരം ചെയ്യാനാണ് പഠിച്ചിരിക്കുന്നത്. സോ ടേംസ് ആൻഡ് കണ്ടീഷൻ ഡിഫൈൻ, യുവർ ഓണർ. ജീൻസ് ഇടുന്നത്, ടീഷർട്ട് ഇടുന്നത്, സ്കേർട്ട് ഇടുന്നത് സ്ത്രീകൾ ചെയ്യാനേ പാടില്ല. കാരണം പെണ്ണുങ്ങളെ ആ ഡ്രസ്സിൽ കണ്ടാൽ പാവം പയ്യന്മാർ കൺട്രോൾ നഷ്ടപ്പെട്ട് തെറ്റ് ചെയ്തു പോകും. നാളിതുവരെ നമ്മൾ തെറ്റായ ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ സ്ത്രീകളെ സംരക്ഷിക്കുന്നത് നിർത്തിയിട്ട് പുരുഷന്മാരെയാണ് സ്ത്രീകളിൽ നിന്ന് രക്ഷിക്കേണ്ടത്. അങ്ങനെ പുരുഷന്മാരെ രക്ഷിച്ചാൽ സ്ത്രീകൾ തനിയെ സേഫ് ആയിക്കൊള്ളും. സിറ്റിയിലെ സ്ത്രീകൾ ഒറ്റയ്ക്ക് നടക്കാൻ പാടില്ല, ഒറ്റയ്ക്ക് ജീവിക്കാൻ പാടില്ല. പക്ഷേ ആണുങ്ങൾക്ക് അത് കുഴപ്പമില്ല. കാരണം ഇൻഡിപെൻഡൻ്റായ സ്ത്രീകൾ ആണുങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കും. സംസാരത്തിനിടയിൽ പെൺകുട്ടികൾ ചിരിക്കാൻ പാടില്ല. അതൊരു തമാശയാണെങ്കിൽ പോലും മുഖം സീരിയസ് ആയിട്ട് വെച്ച് വേണം കേൾക്കാൻ. ആദ്യം തന്നെ ഇതുപോലെയുള്ള പെൺകുട്ടികളെ വീട്ടിൽ തന്നെ ഇരുത്തണം. പഠിക്കാൻ വിടരുത്, ജോലിക്കും വിടരുത്, മൊബൈലും ഉപയോഗിക്കാൻ പാടില്ല. എത്രയും വേഗം അവരെ കല്യാണം കഴിച്ചയക്കേ. ഇങ്ങനെ ഒരുപാട് 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 ഐ എം സോറി, യുവർ ഓണർ. മെയിൻ വിഷയത്തിൽ നിന്ന് ഞാൻ മാറിപ്പോയി. എൻ്റെ ക്ലയൻറ്റ് മദ്യപിച്ചിരുന്നത് അതും ഒരു പ്രലോഭനത്തിന് കാരണമായി തീർന്നിരിക്കാം. അവിടെ ഇതാണ് നടന്നത്. വീണ്ടും വീണ്ടും ഒരു പെണ്ണിനെ തെറ്റായി സ്പർശിച്ച ആ പെൺകുട്ടി എന്ത് ചെയ്യണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അവളുടെ അഭിമാനത്തിന് വേണ്ടി ഒരടി മുന്നോട്ടെടുത്ത് വെച്ച അത്രയേ ഉള്ളൂ. അത് മാരകമായ മുറിവേൽപ്പിക്കാനോ ഒരു കൊലപാതക ശ്രമമോ അല്ല. അത് തികച്ചും സ്വയരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുമ്പോൾ അങ്ങനെയാണ്. നോട്ട് ദാറ്റ് അറ്റ് ഓൾ. നോ 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 ഇവൾക്ക് ബോധമില്ലായിരുന്നു എന്ന് വേണം സമ്മതിക്കാം. മീര പറഞ്ഞതുപോലെ ഫ്രണ്ട്സിന്റെ കൂടെ അവൾ കുടിച്ചോണ്ടല്ലേ ഇരുന്നേ. സമിതി എന്തുകൊണ്ട് അവനെ കുപ്പി കൊണ്ടടിച്ചില്ല? ആൻഡ്രി എന്തിനാ പെർമിഷനോടെ പുറത്തേക്ക് വന്നത്? ആ ഫുട്ടേജ് ഒക്കെ നമ്മൾ കണ്ടതല്ലേ. ഇപ്പൊ എന്താന്ന് വെച്ചാൽ എനിക്ക് സമിതി ഒരു പ്രാവശ്യം കൂടി ഇവിടേക്ക് വിളിക്കണം. അനുവദിച്ചാലും യുവർ ഓണർ. ഫമിദ ബാനു, നിങ്ങൾക്ക് പ്രൊഫസർ ജാഹിന്ദിനെ പരിചയമുണ്ടോ? അറിയാം. ആരാ അദ്ദേഹം? എങ്ങനെ അറിയാം? ഫ്രണ്ടാ. ഫ്രണ്ടാണോ അതോ അതിനു മുകളിലായിട്ട്? അതെൻ്റെ പേഴ്സണലാ. അതെൻ്റെ പേഴ്സണൽ കാര്യം. ഓഹോ, പേഴ്സണൽ കാര്യം. ശരി, നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെക്കാൾ മൂത്തതാ അല്ലേ? അദ്ദേഹത്തിൻ്റെ ഡൈവേഴ്സ് കഴിഞ്ഞു, ഒരു കുട്ടിയുമുണ്ട്, ശരിയല്ലേ? ഐ എം സോറി, അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യം. യുവർ ഓണർ, പേഴ്സണലായിട്ട് ഇവർക്ക് ഒരു റിലേഷൻഷിപ്പും ഇല്ലെന്ന് എനിക്ക് തെളിയിക്കാൻ സാധിക്കും. തുറന്നു പറയുകയാണെങ്കിൽ ബിസിനസ് റിലേഷൻഷിപ്പ്. അയാൾ ഈ സ്ത്രീയുടെ കസ്റ്റമറാ, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നീട് യുവർ ഓണർ ചില ബാഡ് സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ അറിയാം ഇവർക്കുള്ളിലുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം ഉണ്ടെന്ന്. ഒരു സ്ത്രീയെക്കുറിച്ച് അനാവശ്യം പറയുന്നതിന് ഒരു പരിധിയില്ലേ? അങ്ങനെയെങ്കിൽ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാസം 25,000 രൂപ കാശ് വരുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് വിവരിച്ചു പറയാമോ? അത് കടവാ. എന്റെ അനുജന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി വാങ്ങിയതാ. അത് ഞാൻ കുറേശ്ശെ തിരിച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ ഒന്നും പറയാത്തത്? നിക്ക്, അതാ ഞാൻ പറയാൻ പോകുന്നത്. ഇവരാ കാശ് കുറേശ്ശെ തിരിച്ചയക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ന് മുതലാ ഈ കേസ് ഫയൽ ചെയ്ത അന്ന് മുതൽ. എന്തിനാണെന്നറിയാവോ യുവർ ഓണർ? പോലീസ് അന്വേഷിക്കാൻ തുടങ്ങിയ ഈ കള്ളത്തരമൊക്കെ പിടിക്കപ്പെടില്ലേ, അതുകൊണ്ടാ. ഷീസ് വെരി പ്രൊഫഷണൽ ആൻഡ് ഷോർട്ട് മൈൻഡഡ്. നിങ്ങൾ എന്തിനാ എല്ലാ കാര്യങ്ങളും മാറ്റി മറിച്ച് തെറ്റാക്കി പറയുന്നത്? ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയി, ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നില്ല. ആൻഡ് ദാറ്റ്സ് വൈ ഐ ആം നോട്ട് കംഫർട്ടബിൾ. അതുകൊണ്ടാണ് ഞാൻ ഈ കാശ് തിരിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് പൈസ ആവശ്യം വന്നപ്പോൾ നിങ്ങൾ വാങ്ങിച്ചു, ഇപ്പൊ തിരിച്ചു കൊടുക്കുന്നു. ഇനി വീണ്ടും പണം ആവശ്യം വന്നാൽ നിങ്ങളെപ്പോലുള്ള പെണ്ണുങ്ങൾക്ക് എപ്പോഴും കാശ് അത്യാവശ്യമാണല്ലോ.
ആവശ്യം വരുമ്പോ പാർട്ട് ടൈമിലല്ലേ സമ്പാദിക്കാറുള്ളത്. അതിനുവേണ്ടിയല്ലേ വിശ്വനെ കൂട്ടി നീ പുറത്തേക്ക് വന്നത്? ഒബ്ജെക്ഷൻ. ഓരോ പെണ്ണുങ്ങളും ഓരോരുത്തരെയും കൊണ്ട് പല പല മുറികളിൽ കയറി യുവർ ഓണർ. ഒബ്ജെക്ഷൻ യുവർ ഓണർ. അനിയന്റെ മെഡിക്കൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് യുവർ ഓണർ. ഒബ്ജെക്ഷൻ യുവർ ഓണർ. കൂൾ ഡൗൺ. ഇവര് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല യുവർ ഓണർ. ഒബ്ജെക്ഷൻ. മിസ്റ്റർ ഭരത്, പ്ലീസ് മെയിൻറ്റെയിൻ ദി ഡിഗ്നിറ്റി ഓഫ് ദി കോർട്ട്. എന്റെ ഫ്രണ്ട്സും എന്നെ സഹായിക്കാറുണ്ട്. ഫ്രണ്ട്സ് നിങ്ങളെ സഹായിക്കുമെന്നോ? അതെ. ചെലവിന് കാശ് തരുമെന്നോ? ഏതാ ഫ്രണ്ട്സ് കാണിച്ചേ? ഒന്ന് കണ്ടാ കൊള്ളാമായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ വീട്ടുചെലവിന് ആരും കാശ് തരാറില്ല. മറുപടി പറഞ്ഞു നിങ്ങൾ സമ്മതിക്കേ. മറ്റു ജോലി ചെയ്താ ജീവിക്കുന്നതെന്ന്, അങ്ങനെ വരുമാനം വരുന്നതെന്ന് സമ്മതിക്കേ. അല്ലെങ്കിൽ പിന്നെ എന്തിനാ പിള്ളേരുടെ കൂടെ മുറിയിലേക്ക് പോയത്? അതെ, പോയി. ഞാൻ പോകാൻ പാടില്ലായിരുന്നു. ഞാൻ പോകാനേ പാടില്ലായിരുന്നു. ഈ ഒരു കാര്യം ഓർത്താ എനിക്ക് അന്ന് മുതൽ എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നത്. ഒരിക്കലും പോകാൻ പാടില്ലായിരുന്നു. അന്ന് ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ചുമ്മാ അഭിനയിക്കാതെ മറുപടി വേഗം പറ. നിങ്ങൾ കാശ് ചോദിച്ചില്ലേ? തീരെ നാണം കെടുത്തിയതുപോലെ എന്നെ നാണം കെടുത്തണം. അതല്ലേ നിങ്ങൾക്ക് എന്റെ വേണ്ടത്? ചോദ്യത്തിന് മറുപടി പറ. കാശ് ചോദിച്ചോ ഇല്ലയോ? ഞങ്ങൾ കാശ് ചോദിച്ചൊന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടിയല്ലേ നാണം കെടുത്തുന്നത്? അതിനുവേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ കാശ് പറയുന്നത്? ചോദിച്ചു. തീർച്ചയായിട്ടും നിങ്ങൾ കാശ് ചോദിച്ചു. നിങ്ങൾ കാശ് ആവശ്യപ്പെട്ടതുകൊണ്ട് ഇത്രയും പ്രശ്നമായത്. അത് ചോദിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായേനെ. അവരുടെ വീട്ടിൽ വരുന്നേനെ. പണമുള്ള വീട്ടിലെ പിള്ളേരെ കറക്കി എടുക്കുന്നതല്ലേ നിങ്ങളുടെ ജോലി? അതെ 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 അതെ. ഞങ്ങൾ കാശ് ചോദിച്ചു, സമ്മതിക്കാം. യുവർ ഓണർ, എനിക്ക് ക്ലയന്റിനോട് തനിച്ച് സംസാരിക്കണം. നോ സർ, പ്ലീസ്. ഞാൻ എല്ലാം പറയട്ടെ സർ. ഞങ്ങൾ കാശ് ചോദിച്ചു, വാങ്ങിക്കുകയും ചെയ്തു. Femi, why you doing this? നമ്മൾ കാശ് വാങ്ങിച്ചിട്ടില്ല. Why you planning us like this? ആൻഡ്രിയ, ടാരിയ, കീപ് ക്വയറ്റ്. സർ, ഞങ്ങൾ കാശ് വാങ്ങിച്ചു. സർ, നോ സർ. സർ, പ്ലീസ് സിറ്റ് സർ. പ്ലീസ് സിറ്റ് ഡൗൺ. ഞാൻ എല്ലാം പറയട്ടെ പ്ലീസ്. സർ, കാശ് വാങ്ങിച്ചതിന് ശേഷം മീരയുടെ മനസ്സ് മാറി. ഷി വിത്ഡ്രോ ഹർ കൺസേൺ സർ. അവള് വേണ്ടെന്ന് പറഞ്ഞു സർ. വീണ്ടും വീണ്ടും നോ പറഞ്ഞു സർ. എന്നിട്ടും അയാള് ആദി വീണ്ടും വീണ്ടും അവളെ തൊടാൻ ശ്രമിച്ചു സർ. ഇനിയെങ്കിലും സാർ ഒന്ന് പറയൂ സർ. ഞാൻ എന്താന്ന് പറയൂ. അവള് ചെയ്തത് ശരിയാണോ തെറ്റാണോ? സവിത, ബാനു, നിങ്ങൾക്ക് പോകാം. ദിസ് സെഷൻ ഈസ് അർജന്റ്. അടുത്ത വിചാരണ തീയതി ഉടൻ തന്നെ അറിയിക്കും. മിസ്റ്റർ ആദിക്, നിങ്ങളെ സംബന്ധിച്ച് ഒരു പെണ്ണ് നിങ്ങളോട് ചിരിച്ച് സംസാരിച്ചാലോ അല്ലെങ്കിൽ തൊട്ട് സംസാരിച്ചാലോ നിങ്ങൾക്കത് വരൂ സാർ, വന്നെൻ്റെ കൂടെ കിടക്ക് സാർ എന്ന് വിളിക്കും പോലെയാണല്ലേ? അല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട് മിസ്റ്റർ ആദിക്. ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളതെല്ലാം ഡിപ്പെൻസാ. ഡിപ്പെൻസ് ഓൺ വാട്ട്? എവിടെ, എങ്ങനെ മീറ്റ് ചെയ്തു എന്നുള്ള സാഹചര്യം വെച്ച്. എവിടെ, എങ്ങനെ? ഒരു പെണ്ണിനെ മ്യൂസിക് ഫെസ്റ്റിവലിൽ കണ്ട ഹിൻഡ്, അമ്പലത്തിലോ ലൈബ്രറിയിലോ കണ്ടാൽ ഹിൻഡല്ല. നിങ്ങളെ സംബന്ധിച്ച് സ്ഥലമാണ് ക്യാരക്ടർ നിർണ്ണയിക്കുന്നത്. നിങ്ങൾ തിരിച്ചും മറിച്ചാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനെവിടെ തിരിച്ചും മറിച്ചും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എനിവേ, മീര മദ്യപിച്ച് വെളിവില്ലാതെ അടിച്ചതാണെന്ന് സത്യമൂർത്തി സാർ പറഞ്ഞിരുന്നു. നിങ്ങളും മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ? മദ്യപിച്ചു, നന്നായി കുടിച്ചു. സോ ലെറ്റ് us assume that നിങ്ങളും കുടിച്ചിരുന്നു. മീര നിങ്ങളെ തടഞ്ഞു അല്ലെങ്കിൽ തടയാൻ ശ്രമിച്ചു. ആ സമയത്ത് നിങ്ങൾ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. മീര നിങ്ങളെ അടിച്ചു. ഇങ്ങനെയും നടന്നിരിക്കാമല്ലോ അല്ലേ? ഇങ്ങനെയും നടക്കാം, പക്ഷേ അന്ന് അങ്ങനെയല്ല നടന്നത്. ഓ സോറി, നിങ്ങൾക്ക് വിഷ് ചെയ്യാൻ മറന്നുപോയി. ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. MLA കുമാരൻ്റെ മകളുമായി നിങ്ങളുടെ കല്യാണം നടക്കാൻ പോവല്ലേ? എൻ്റെ പേഴ്സണൽ വിഷയം ഈ കേസുമായി എന്താ ബന്ധം? എൻ്റെ ക്ലയൻറ്റിനോട് നിങ്ങളുടെ വക്കീൽ ചോദിച്ച ചോദ്യങ്ങൾക്കും കേസുമായി വലിയ ബന്ധമില്ല. അവരെ പോലെ ഞാനും വൃത്തികെട്ടവനാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അത് പ്രൂവ് ചെയ്യാനാണോ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ആദിക്. എന്തിനെത്ര ടെൻഷനാവുന്നേ?
ഞാൻ നിങ്ങളുടെ കല്യാണത്തിന് ആശംസയല്ലേ പറഞ്ഞത്? നിങ്ങളെന്തിനാ അതിന് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാൻ ദേഷ്യപ്പെട്ടതൊന്നുമല്ല. എന്തിനാണ് എൻ്റെ കല്യാണത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കുന്നതെന്നാ ചോദിച്ചേ? അതെ, നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുമോ? അതും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം കേൾക്കുമ്പോൾ. എന്തിനാണ് നീ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? ഞാൻ നിങ്ങളോട് മര്യാദയ്ക്കല്ലേ സംസാരിക്കുന്നേ? നിങ്ങൾക്ക് ആവശ്യത്തിന് ബഹുമാനവും തന്നു. പക്ഷേ നിങ്ങൾ ശരി, നീ അങ്ങനെയല്ലേ സംസാരിക്കുന്നേ? ആദിക് സാർ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സെക്സ് വർക്കേഴ്സിൻ്റെ അടുത്ത് പോവായിരുന്നു. പോവാറില്ല സാർ. അപ്പോൾ അന്ന് നിങ്ങൾ ആദ്യമായിട്ടായിരുന്നല്ലേ? അതായത് നിങ്ങളിപ്പോൾ പറയുന്നത് സത്യമാണെങ്കിൽ. അതെ, ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ആദ്യം തന്നെയാ. നിങ്ങൾ എപ്പോഴും റാൻഡമായി കാണുന്ന പെണ്ണുങ്ങളെ ഡിന്നറിന് വേണ്ടി വിളിക്കാറുണ്ടോ? അവർ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരെ വിളിച്ചു എന്ന് പറഞ്ഞത് സത്യ. മോശക്കാരിയാണെന്നറിയാതെ അവൾക്ക് മര്യാദ കൊടുത്തത് എൻ്റെ തെറ്റ് തന്നെയാ. അതേ മര്യാദയിലാണോ നിങ്ങൾ മദ്യം ഒഴിച്ചു കൊടുത്തതും? ഫോട്ടോ കണ്ടില്ലേ? അവൾ തന്നെയാണ് ഒഴിച്ചു കുടിച്ചത്. ആൻഡ്രിയ ഒഴിച്ചു കുടിക്കുന്നതായി ഫോട്ടോയിലില്ലല്ലോ. അവൾക്ക് നിങ്ങളാണ് ഒഴിച്ചു കൊടുത്തത്. ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മര്യാദയ്ക്ക് ഒഴിച്ചു കൊടുത്തു എന്നേ ഉള്ളൂ. ആദിക്, എന്താ സമ്മതിച്ചാൽ പേരെടുത്തൊരു MLA കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടാൻ പോകുമ്പോൾ ഇത് സമ്മതിച്ചാ മാനം പോകുന്നു പേടിച്ചിട്ടാണോ, അതോ കല്യാണം ഒഴിഞ്ഞു പോകുന്നു പേടിച്ചിട്ടോ? ഇടയ്ക്കിടയ്ക്ക് സുന്ദരികൾക്ക് മര്യാദ കൊണ്ട് മദ്യവും ഡിന്നറും വാങ്ങിക്കൊടുക്കുന്നത് നിങ്ങളുടെ ഹോബി, കറക്റ്റ് അല്ലേ? ജസ്റ്റ് അഡ്മിറ്റ് ഇറ്റ്. എന്താ നിങ്ങൾ സമ്മതിക്കാത്തത്? എന്നാൽ അത് ഞാൻ പറയട്ടെ. ബിക്കോസ് ലൈംഗിക അതിക്രമത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ ഒരുപാട് നാൾ ജയിലിൽ കിടക്കേണ്ടി വരും. അത് പേടിച്ചിട്ടല്ലേ ഈ കഥ മൊത്തം മെനഞ്ഞിരിക്കുന്നേ, കറക്റ്റ് അല്ലേ? ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്തിനാ ഒബ്ജക്ഷൻ മിസ്റ്റർ സത്യമൂർത്തി? ഇദ്ദേഹത്തിന്റെ ക്ലയന്റ് കാശ് വാങ്ങിയെന്ന് സമ്മതിച്ചു, പക്ഷേ ഇദ്ദേഹം വെറുതെ. ശരി ശരി, ഇരിക്കൂ. ക്യാരി ഓൺ മിസ്റ്റർ ഭരത്. സോ ലെറ്റ് മീ ആസ്ക് യു അനദർ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് വേണ്ടി മീര മദ്യം ഒഴിക്കുന്നത് കണ്ടപ്പോൾ ഇവർ മോശം സ്ത്രീകളാണ്, ഇവരിൽ നിന്ന് അല്പം അകന്നിരിക്കണമെന്ന് തോന്നിയില്ലേ? എനിക്ക് അന്നേരം അങ്ങനെ തോന്നിയില്ല. നിങ്ങളുടെ വീട്ടിൽ സ്ത്രീകൾ കുടിക്കാറുണ്ടോ? ആണുങ്ങൾ മാത്രമേ കുടിക്കാറുള്ളൂ. നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ അനിയത്തിയും ഒന്നും കുടിക്കാറില്ല? നല്ല കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾ ആരും കുടിക്കാറില്ല. പാർട്ടികൾക്ക് പോകാറുണ്ടോ? കുടുംബത്തിലെ വിശേഷങ്ങൾ, ഫ്രണ്ട്സിൻ്റെയും മറ്റു ബന്ധുക്കളുടെയും വീട്ടിലെ വിശേഷങ്ങൾക്ക് മാത്രമേ പോവാറുള്ളൂ. പാർട്ടിക്കൊന്നും സാധാരണ പോവാറില്ല. മിസ്റ്റർ ആദിക്, ഞാൻ നിങ്ങൾക്കൊരു ഫോട്ടോ കാണിച്ചു തരട്ടെ. ഇത് നിങ്ങളുടെ അനിയത്തിയുടെ ഫോട്ടോയാണ്. അവരൊരു പാർട്ടിക്ക് പോയപ്പോൾ അവർ മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോൾ എടുത്തത്. മര്യാദയ്ക്ക് സംസാരിക്കേ. ഫോട്ടോ മാറ്റുന്നതാ നല്ലത്. മാറ്റി വെക്കാൻ. നീ ആരോടായി കളിക്കുന്നത് നിനക്കറിയുമോ? അറിയോന്ന് നിന്റെ അമ്മാവനോട് ചെന്ന് ചോദിക്കും. സാർ, ഇതൊക്കെ എന്തൊരു ചോദ്യമാണ് സാറേ? ഒരു ബന്ധമില്ലാത്ത രേഖകളാണ് കാണിക്കുന്നത്. ഇത് കള്ളമാണ് സാർ. എൻ്റെ അനിയത്തി ഇങ്ങനെയൊന്നും ചെയ്യില്ല. പാർട്ടിക്ക് പോവുക, ആരെങ്കിലും വിളിച്ച എഴുന്നള്ളിക്കെട്ടി റിസോർട്ടിലേക്ക് പോവുക, ഇതെല്ലാം ഇതുപോലത്തെ പെണ്ണുങ്ങളാ ചെയ്യുക. നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ ചെയ്യില്ല. ഇതുപോലത്തെ പെണ്ണുങ്ങൾക്ക് ഇതുപോലെയൊക്കെ സാധിക്കുള്ളൂ. പ്ലീസ് കീപ് ക്വയറ്റ്. അങ്ങനെയൊന്നും നടക്കില്ല, നടക്കാനും പാടില്ല. നിങ്ങളെപ്പോലുള്ളവരിങ്ങനെ നടക്കുന്നത് നിങ്ങളുടെ വളർത്തു ദോഷമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. പെണ്ണിന്റെ ഡ്രസ്സും സംസാരവും നോക്കി. ചുമ്മാരിക്കേ. ഒരു മിനിറ്റ്. റിസോർട്ടിൽ വന്ന് കളിച്ച് ചിരിച്ച് അവിടെ ഇവിടെയും തൊട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ മാത്രമല്ല, ആരാണെങ്കിലും അവൾ എന്തിനും തയ്യാറാണെന്നേ വിചാരിക്കുള്ളൂ. മനസ്സ് മാറും. എന്റെ മനസ്സ് മാറി. എന്തിനു റിസോർട്ടിലേക്ക് വരണം? എന്തിനു റൂമിലേക്ക് വരണം? ഒബ്ജക്ഷൻ. സത്യമൂർത്തി, സൈലൻസ്. നിങ്ങളിങ്ങനെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് അറിയാതെ വന്നതായിരിക്കും. റേപ്പോ? അത് സ്റ്റോപ്പ്. സാറൊന്ന് ചുമ്മാരുന്നേ. റേപ്പാണെന്നോ? എന്ത് കണ്ട റേപ്പാന്ന് പറഞ്ഞേ? ഇവിടെയുള്ള ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്ക്. ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. ഇത്തരത്തിലുള്ള പെണ്ണുങ്ങളുടെ പേരെന്താണെന്നറിയോ? പറയട്ടെ ഞാൻ. മിസ്റ്റർ സത്യമൂർത്തി, അയാളെ കൺട്രോൾ ചെയ്യൂ. താങ്ക് യു ആദിക്, താങ്ക് യു. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഹാപ്പൻഡ് യുവർ ഓണർ. അന്ന് എക്സാക്ട്ലി ആദിക് പറഞ്ഞത് തന്നെയാണ് സംഭവിച്ചത്. മോഡേൺ സ്ത്രീകളെന്ന് വിളിക്കപ്പെടുന്നവരും കുടുംബമുള്ളവരാ. ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങളും കുടുംബമുള്ളവരാ. ഇലയിൽ മുള്ളു വീണാലും മുള്ളിൽ ഇല വീണാലും നഷ്ടം എപ്പോഴും ഇലയ്ക്ക് തന്നെയാണ്. സൂചി നിന്ന് കൊടുക്കാതെ നൂല് കോർക്കാൻ പറ്റില്ല എന്നുള്ള പഴഞ്ചൊല്ല് നമ്മൾ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുക. നമ്മളെപ്പോഴും യുവർ ഓണർ സൂചിയോട് ചോദിക്കാതെ നൂല് കോർത്തുകൊണ്ടിരിക്കും. പെണ്ണുങ്ങൾ സൂചി ഇലയും പോലെ വസ്തുക്കളല്ല. ആണുങ്ങളെപ്പോലെ എല്ലാ വികാരങ്ങളും ഉള്ള മനുഷ്യർ തന്നെയാണ്. പക്ഷേ ഇവരെ പോലെയുള്ളവർക്കെന്നും പെണ്ണുങ്ങളൊരു ഉപഭോഗ വസ്തു മാത്രമാണ്.
അവരാരും ഞങ്ങളെല്ലാത്തിനും റെഡിയാണെന്ന ബോർഡും തൂക്കിയല്ല പുറത്തിറങ്ങുന്നത്. പക്ഷേ ഇവരെ പോലെ വെൽ ഡ്രസ് വെൽ എഡ്യൂക്കേറ്റഡ് ആയവർ ഇന്നും ഒരു ആണായി പിറന്നതിൻ്റെ അഹങ്കാരത്തോടെയാണ് നടക്കുന്നത്. ഒരു പെണ്ണോ ആണോ അവരുടെ താല്പര്യങ്ങൾ പറയുന്നത് തെറ്റല്ല, പക്ഷേ ഫോഴ്സ് ചെയ്യുന്നത് തെറ്റാണെന്ന് ഇവരെ പോലെയുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല. സംസാരിക്കുന്നതും ചിരിക്കുന്നതും പോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെയും വെച്ച് ആരാണ് നല്ല പെണ്ണുങ്ങൾ, ആരാണ് മോശം സ്ത്രീകൾ, അവരെ തൊടണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നു. I raise my case, Your Honor.